നമ്മുടെ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ അനുഭവിച്ച സങ്കടങ്ങളും വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ നമ്മുടെ മനസ്സിന്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അല്ലെ? ആ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മിക്കവാറും എല്ലാ ദിവസവും നമ്മളിങ്ങനെ പിന്നെയും എടുത്ത് പരിശോധിക്കാറുണ്ട്. എന്നിട്ട് പിന്നെയും സങ്കടപ്പെടാറുണ്ട്. പക്ഷെ ഇതെങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് പലപ്പോഴും മാറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും അത് എങ്ങനെയെന്ന് നമുക്കറിയുന്നുണ്ടാവില്ല. സോ അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ. ഞാൻ സജിത വിഷ്ണു, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ഫ്രം സ്വസ്തി ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഹബ്. നമുക്ക് ഈ ആരോടും പറയാൻ പറ്റാത്ത പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റി നമ്മുടെ മനസ്സിനൊരു ഫ്രീഡം കൊടുക്കാൻ, ഒരു പീസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ടെക്നിക്കാണ് ഫൊർഗീവ്നെസ് ലെറ്റർ. അത് ഒത്തിരി അധികം നമ്മളെ സഹായിക്കുന്ന ഒരു എളുപ്പമുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ്. ഫൊർഗീവ്നെസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ പ്രയാസമാണെന്ന് എനിക്കറിയാം. ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഇഷ്യൂ ഉള്ള നമ്മുടെ ഇൻസിഡൻറ്റ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഒരാൾ നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ വാക്കുകൾ നമ്മളുടെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രവർത്തികൾ നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് പലപ്പോഴും ചെന്ന് അവരോട് അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിലേക്ക്, അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നമ്മളെ സങ്കടപ്പെടുത്തുന്നത്, നമ്മൾക്ക് പറയാനുള്ളത്, നമ്മുടെ കുറ്റബോധങ്ങൾ, നമ്മുടെ നാണക്കേടുകൾ, നമ്മുടെ വിഷമങ്ങൾ, പരാതികൾ, സങ്കടങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പേപ്പർ എടുക്കുക. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക. അതിനുശേഷം ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി ആ ഒരു പേപ്പറിലേക്ക്, യു ക്യാൻ ടേക്ക് മോർ അഡീഷണൽ ഷീറ്റ്സ്, ഒന്നിൽ കൂടുതൽ പേപ്പറുകൾ എടുത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അന്നേരം തോന്നിയത് ആൻഡ് സേ ഐ എം സോറി. നമ്മൾ ഹോപ്പിനോട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഫൊർഗീവ്നെസ് ലെറ്റർ എഴുതുന്നത്. ഐ എം സോറി ഫോർ ക്രിയേറ്റിംഗ്, ഈ ഒരു ഇഷ്യൂസിൽ ഇത്രയും സങ്കടങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ഞാൻ സോറി പറയുന്നു. അങ്ങനെ പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ സ്റ്റേറ്റ്മെൻറ്റുകളോട് ചേർത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. എഴുതിയതിന് ശേഷം ഫുള്ളായിട്ടും നിങ്ങളിങ്ങനെ ഈ ഒരു രീതിയിൽ പേപ്പർ ഫോൾഡ് ചെയ്തതിന് ശേഷം ആ പേപ്പറിനോട് പറയാം, ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. എഗെയിൻ ഫോൾഡ് ചെയ്യുക, ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. എഗെയിൻ ഫോൾഡ് ചെയ്യുക, ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ആ പേപ്പറിൻ്റെ മുകളിൽ എഴുതേണ്ടത് ഐ ഓൺലി നീഡ് യുവർ ലവ് ആൻഡ് അപ്രൂവൽ എന്നാണ്. ഐ ഓൺലി നീഡ് യുവർ ലവ് ആൻഡ് അപ്രൂവൽ. അതിനുശേഷം ഈ പേപ്പർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കത്തിച്ച് കളയുക. യൂണിവേഴ്സിൻ്റെ ഒരു എനർജിയാണ് ഫയർ എലമെന്റ്. ആ എനർജിയിലേക്ക് നമ്മൾ നമ്മുടെ സങ്കടങ്ങളും പരാതികളും വിഷമങ്ങളും ഒക്കെ അങ്ങ് റിലീസ് ചെയ്യുകയാണ്. കംപ്ലീറ്റ്ലി നമ്മുടെ ഉള്ളിൽ നിന്നും അത് റിലീസ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് കത്തുന്ന സമയത്ത് നമ്മളത് മനസ്സിൽ കാണേണ്ട കാര്യം, എൻ്റെ സങ്കടങ്ങളും പരാതികളും വിഷമങ്ങളും എല്ലാം ഇതിനോടൊപ്പം തീരുകയാണ്. എന്നിട്ട് നമ്മളെ യൂണിവേഴ്സിലേക്ക് അതങ്ങ് പോകുന്നത്, ലയിക്കുന്നതായിട്ട് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ടും, ഉറപ്പായിട്ടും, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും, എൻ്റെ ഹാപ്പി സോൾസിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പറയുന്ന കാര്യമാണ്, കറക്റ്റായിട്ടും നമ്മൾ എത്രമാത്രം നെഗറ്റീവ് എനർജിയാണോ നമ്മളിൽ നിന്ന് റിലീസ് ചെയ്ത് അത്രമാത്രം പോസിറ്റീവ് എനർജി യൂണിവേഴ്സ് നമ്മളിലേക്ക് സപ്ലൈ ചെയ്യും. ആൻഡ് ഡെഫിനറ്റ് ആയിട്ടും ഒരു ദിവസം ഒരു ഫൊർഗീവ്നെസ് ലെറ്റർ എഴുതുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുള്ളൂ. ഇനി ഫൊർഗീവ്നെസ് ലെറ്റർ 2 തരത്തിൽ നമുക്ക് എഴുതാം. ഒന്ന് സെൽഫ് ഫൊർഗീവ്നെസ് ലെറ്റർ ആണ്, ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഫൊർഗീവ്നെസ് ലെറ്റർ ആണ്. സെൽഫ് ഫൊർഗീവ്നെസ് ലെറ്റർ എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ ചെയ്ത കുറേ അബദ്ധങ്ങൾ ഉണ്ടാവാം, നമ്മുടെ ലൈഫിൽ വന്നു ചേർന്ന കുറേ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാവും, നമ്മളുടെ കയ്യിൽ നിന്നും അറിയാതെ നമ്മൾ പറഞ്ഞു പോയ വാക്കുകൾ ഉണ്ടാവാം, നമ്മുടെ പ്രവൃത്തികൾ ഉണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മളോട് കുറ്റം പറയാറുണ്ട്, നമ്മൾ സങ്കടപ്പെടാറുണ്ട്. അതൊക്കെ നമുക്ക് വേറൊരാളോട് ഷെയർ ചെയ്ത് പറയാനും ഒന്നും പറ്റുന്ന കാര്യങ്ങളും ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പോൾ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് സെൽഫ് ഫൊർഗീവ്നെസ് ലെറ്റർ. സെൽഫ് ഫൊർഗീവ്നെസ് ലെറ്റർ എന്ന് നമ്മളോട് തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് എഴുതുന്ന ലെറ്ററാണ്. അതും ഇതുപോലെ തന്നെ യു ക്യാൻ ടേക്ക് ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. A4 ഷീറ്റ് പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, പേനയും പേപ്പറുമായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ വരും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതുക, കംപ്ലീറ്റ്ലി എഴുതുക, മനസ്സ് തുറന്ന് എഴുതുക. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ദേഷ്യപ്പെടാം, നിങ്ങൾക്ക് സങ്കടപ്പെടാം, നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എഴുതുക. അതിനുശേഷം 3 ടൈംസ് ഫോൾഡ് ചെയ്യുക. ദെൻ ഇത് ബേൺ ചെയ്യുക. ഇനി ഫൊർഗീവ്നെസ് ലെറ്റർ ഫോർ അതേഴ്സ് ആണെങ്കിൽ ആ വ്യക്തിക്ക് എന്തൊക്കെയാണ് പല സാഹചര്യങ്ങളിൽ നമുക്ക് പറഞ്ഞ കാര്യങ്ങളോ തോന്നിച്ച കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് പറയുന്നത് പോലെ എഴുതിയിട്ട് ബേൺ ചെയ്ത് കളയുക.
വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഫർഗീവ്നെസ് ലെറ്റർ. പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു ഫർഗീവ്നെസ് ലെറ്റർ എഴുതിയാലൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ ബ്ലോക്കേജസുകളൊക്കെ മാറി നമ്മൾ വളരെ റിലീഫായിട്ട്, വളരെ കാമായിട്ട്, വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ഫീലിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും. സോ ഷെയർ ദിസ് വീഡിയോ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സ്വസ്തിയെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.